Hello dear students, welcome to Math Road. We will discuss Cauchy's integral formula higher derivatives in the equation. Okay. That discuss in lemma discuss. Let gamma be a rectifiable curve in C and suppose that Fn and F are continuous functions on trace of gamma. If F equal to u minus limit Fn on trace of gamma, then integral over gamma f equal to limit integral over gamma fn. C യിലുള്ള ഒരു rectifiable curve ആണ് gamma. Okay. അതേപോലെ fn ഉം f എന്താണ് continuous functions ആണ്. Trace of gamma-യിൽ അതായത് ഗാമയുടെ ഇമേജസിൽ continuous ആയിട്ടുള്ള രണ്ട് functions ആണ് f ഉം fn. fn എന്ന് പറഞ്ഞാൽ ഇവിടെ മീൻ ചെയ്യുന്നത് ഫംഗ്ഷൻസിന്റെ സീക്വൻസ് ആണ് f1 f2 etc. Okay. അങ്ങനെയാണെങ്കിൽ f equal to some u minus limit fn ആണ്. ഓക്കെ, ഗാമയിൽ എഫിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? u minus limit of fn റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ ഗാമ എഫും ലിമിറ്റ് ഇന്റഗ്രൽ ഓവർ ഗാമ എഫനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് തിയറം. ലെറ്റ് എഫ് ബി അനാലിറ്റിക് ഇൻ BAR, then f of z equal to summation n from 0 to infinity n into z minus a all raised to n for mod z minus a less than r, where n equal to 1 by n factorial into f raised to n of a, and this series has radius of convergence greater than or equal to r. Okay, നമുക്കൊരു a സെൻറ്റർ ആയിട്ടുള്ള r റേഡിയസ് ഉള്ള ഒരു ഡിസ്ക് ഉണ്ട്. ഓക്കെ, ഇതാണ് എന്ത് BAR. ഇനി ഇതിൽ അനാലിറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്ത് f. ഓക്കെ, f എന്താണ്? അനാലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ എഫിനെ ഓക്കെ ഈ മോഡ് z മൈനസ് എ ലെസ് ദാൻ ആർ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്കിൽ ഓക്കെ മോഡ് z മൈനസ് എ ലെസ് ദാൻ ആർ, ഇവിടെ നമ്മൾ പറയുന്നത് ഇവിടെ ഓപ്പൺ ബോൾ ആണ്, മീൻസ് ബൗണ്ടറി വേണമെന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോഡ് z മൈനസ് എ ലെസ് ദാൻ ആറിൽ, അതായത് എ സെൻട്രായിട്ട് ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഈ റീജിയണിൽ ഈ ഡിസ്കിൽ എഫ് ഓഫ് സെറ്റിന് ഈ തരത്തിലൊരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. എഫ് ഓഫ് സെറ്റ് ഇക്വൽ ടു സമ്മേഷൻ n ഫ്രം 0 ടു ഇൻഫിനിറ്റി n ഇൻറ്റു z മൈനസ് എ ഓൾ റൈസ് എന്നുള്ള രീതിയിൽ നമുക്ക് എഫ് ഓഫ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം. അതായത് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് a1 ഇൻറ്റു z മൈനസ് എ പ്ലസ് a2 ഇൻറ്റു z മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ a0 a1 a2 അതൊക്കെ എന്താണ്? a എന്നുള്ളത് എന്താണ്? 1 by n ഫാക്ടോറിയൽ ഇൻറ്റു എഫ് റൈസ് ടു n ഓഫ് എ, അതായത് ഇവിടെ ഫംഗ്ഷന്റെ nth ഡെറിവേറ്റീവ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ ഈ സീരീസ് എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ദി സീരീസ് എന്തായിരിക്കും? ഈ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഒന്നുകിൽ ഈ r ആയിരിക്കും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, ഇതാണ് തിയറത്തിന്റെ ഐഡിയ. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രൂഫ് ഡിസ്കസ് ചെയ്യാം. പ്രൂഫ്: ലെറ്റ് 0 ലെസ് ദാൻ സ്മോൾ r ലെസ് ദാൻ ക്യാപിറ്റൽ R സോ ദാറ്റ് b bar of AR contained in B of AR. ഓക്കെ, നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരുന്നത് ക്യാപിറ്റൽ ആർ ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്യുക? അതിനേക്കാൾ സ്മോൾ ആയിട്ടുള്ള ഒരു നമ്പർ, പോസിറ്റീവ് നമ്പർ സ്മോൾ ആർ ചൂസ് ചെയ്യുക. ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള ആർ ക്യാപിറ്റൽ ആറിനേക്കാൾ ചെറുതായിട്ടുള്ള ഒരു നമ്പർ ചൂസ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എ സെൻട്രായിട്ട് ഈ ആർ റേഡിയസ് ഉള്ള ക്ലോസ്ഡ് ബോൾ എന്തിനുള്ളിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും? എ റേഡിയസ് ഉള്ള ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഈ ഓപ്പൺ ഡിസ്കിനുള്ളിൽ ഓപ്പൺ ബോളിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. ഓക്കെ, അതേപോലെ നമ്മളൊരു കണ്ടിന്യൂസ് പാത്ത്, നമ്മളൊരു റെക്ടിഫയബിൾ പാത്ത് പറഞ്ഞിരുന്നു. അതിനെന്തായിട്ട് ചൂസ് ചെയ്യാം? എ സെൻട്രായിട്ട് ആർ റേഡിയസ് ഉള്ള സർക്കിളായിട്ട് ചൂസ് ചെയ്യാം. ഇഫ് ഗാമ ഓഫ് ടി ഇക്വൽ ടു എ പ്ലസ് ആർ ഇ റൈസ് ടു 8, 0 ലെസ് ദാൻ ഓർ ഇക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഇക്വൽ ടു 2π. ഓക്കെ, നമുക്കറിയാം ഗാമ ഓഫ് ടി രൂപത്തിലാണ്. അതേപോലെ ബി ബാർ ഓഫ് എ ആർ ബി ഓഫ് എ ആറിൽ കണ്ടെയ്ൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എഫ് ഓഫ് എന്റെ വാല്യൂ എന്തായിരിക്കും? 1/2πi ഇൻറ്റു ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് w ബൈ w മൈനസ് z dw ഫോർ മോഡ് z മൈനസ് എ ലെസ് ദാൻ ആർ. ഓക്കെ, എ സെൻട്രായിട്ട് ഈ സ്മോൾ ആർ റേഡിയസ് ഉള്ള ഈ ഡിസ്കിൽ എഫ് ഓഫ് z എന്തായിരിക്കും? 1/2πi ടൈംസ് ഇന്റഗ്രൽ ഇതായിരിക്കും. ഓക്കെ, സോ വി ഹാവ് mod z minus a less than r. Suppose that w is on the circle, mod w minus a equal to r. Okay, mod z minus a less than r ആണ് നമുക്കറിയാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? w എന്നുള്ള പോയിന്റ് എന്താണ്? mod w minus a equal to r എന്നുള്ള സർക്കിൾ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ,
സോ 1 ബൈ ഡബ്ല്യു മൈനസ് സെറ്റിന് എങ്ങനെ എഴുതാം? 1 ബൈ ഡബ്ല്യു മൈനസ് സെറ്റ് ഈക്വൽ ടു 1 ബൈ ഡബ്ല്യു മൈനസ് എ ഇൻറ്റു നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഡബ്ല്യു മൈനസ് സെറ്റിൽ എന്ത് ചെയ്തു? ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി. ഡബ്ല്യു മൈനസ് സെറ്റിൽ ഒരു എ ആഡ് ചെയ്തു, അതേപോലെ ഒരു എ സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ എന്തായി? ഡബ്ല്യു മൈനസ് എ പ്ലസ് എ മൈനസ് സെറ്റ്. ഓക്കെ, അപ്പോൾ ഡബ്ല്യു മൈനസ് സെറ്റ് നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്തു. അതേപോലെ ഒരു ഡബ്ല്യു മൈനസ് എ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ 1 ബൈ ഡബ്ല്യു മൈനസ് എ നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഈ ഡബ്ല്യു മൈനസ് എ ഇനി എ മൈനസ് സെറ്റ് നമ്മൾ സെഡ് മൈനസ് എ എന്ന് എഴുതി. അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് വരും. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്തു? ഈ ബ്രാക്കറ്റിനുള്ള ഓരോ ടേമും നമ്മൾ എന്ത് ചെയ്തു? ഡബ്ല്യു മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ ഡബ്ല്യു മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്താവും? 1 ആവും. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 ആവും. ഇവിടെ സെഡ് മൈനസ് എനെ ഡബ്ല്യു മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് 1 ബൈ ഡബ്ല്യു മൈനസ് എ ഇൻറ്റു 1 ബൈ 1 മൈനസ് സംതിങ് എന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. സെഡ് മൈനസ് എ ബൈ ഡബ്ല്യു മൈനസ് എ എന്താണെന്ന് നോക്കുക. നമുക്കറിയാം മോഡ് സെഡ് മൈനസ് എ ലെസ് ദാൻ ആർ ആണല്ലോ, അതേപോലെ മോഡ് ഡബ്ല്യു മൈനസ് എ ഈക്വൽ ടു ആർ ആണല്ലോ. നിങ്ങൾ ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. മോഡ് സെഡ് മൈനസ് എ ഡിവൈഡ് ബൈ മോഡ് ഡബ്ല്യു മൈനസ് എ എന്തായിരിക്കും? ഇത് ലെസ് ദാൻ ആർ ആയിരിക്കും. ഓക്കെ, കാരണം എന്താ? മേലുള്ള ആറിനേക്കാൾ താഴെയുള്ള ക്വാണ്ടിറ്റിയാണ്, താഴെയുള്ളത് ആറാണ്. അപ്പോൾ എന്താണ്? ആറിനേക്കാൾ താഴെയുള്ളതാണ് മേലെ, താഴെയുള്ളത് ആറാണ്. സോ എന്തായിരിക്കും? ഡിവൈഡ് ചെയ്യുമ്പോൾ ലെസ് ദാൻ 1 ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും. സോ 1 ബൈ 1 മൈനസ് സംതിങ് ഉള്ള ക്വാണ്ടിറ്റി ആയി വരും. ഓക്കെ, 1നേക്കാൾ താഴെ ഒരു ക്വാണ്ടിറ്റി ആയി വരും. ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതൊരു ജിയോമെട്രിക് സീരീസ് ആണ്. ഓക്കെ, സോ 1 ബൈ ഡബ്ല്യു മൈനസ് എ ഇൻറ്റു സമ്മേഷൻ ഫ്രം 0 ടു ഇൻഫിനിറ്റി സെഡ് മൈനസ് എ ബൈ ഡബ്ല്യു മൈനസ് എ ഹോൾ റൈസ് ടു എൻ എന്ന് ഇതിനെ മാറ്റി എഴുതാം. ഓക്കെ, സോ 1 ബൈ ഡബ്ല്യു മൈനസ് സെറ്റിന് നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? എഫ് ഓഫ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ 2 പൈ ഐ കൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയത്? 1 ബൈ ഡബ്ല്യു മൈനസ് സെറ്റ് ഈക്വൽ ടു ഇതെന്നാണ് കിട്ടിയത്. ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ എഫ് ഓഫ് ഡബ്ല്യു ബൈ 2 പൈ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? ഇത് ഗാമ എന്നുള്ള സർക്കിളായിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, ഗാമ ഈക്വൽ ടു മോഡ് ഡബ്ല്യു മൈനസ് ഐ ഈക്വൽ ടു ആർ. ഈ സർക്കിളിലൂടെ നമ്മൾ എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ എഫ് ഓഫ് ഡബ്ല്യു ബൈ 2 പൈ ഐ കൊണ്ട് ഇക്വേഷൻ്റെ രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ ഗാമയിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് ഇക്വേഷൻ ഇതായിരുന്നു. മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ എഫ് ഓഫ് ഡബ്ല്യു ബൈ 2 പൈ ഐ ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് അറൌണ്ട് ദി സർക്കിൾ ഗാമ മോഡ് ഡബ്ല്യു മൈനസ് എ ഈക്വൽ ടു ആർ യു ഒബ്റ്റെയിൻ. നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും എഫ് ഓഫ് ഡബ്ല്യു ബൈ 2 പൈ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മോഡ് ഡബ്ല്യു മൈനസ് എ ഈക്വൽ ടു ആർ എന്നുള്ള സർക്കിളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഡബ്ല്യു ബൈ 2 പൈ ഐ ഇൻറ്റു ഡബ്ല്യു മൈനസ് ഇസഡ് ഡി ഡബ്ല്യു ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഡബ്ല്യു ബൈ 2 പൈ ഐ ഇൻറ്റു ഡബ്ല്യു മൈനസ് എ ഇൻറ്റു സമ്മേഷൻ എൻ ഫ്രം 0 ടു ഇൻഫിനിറ്റി സെഡ് മൈനസ് എ ബൈ ഡബ്ല്യു മൈനസ് എ ഹോൾ റൈസ് ടു എൻ ഇൻറ്റു ഡി ഡബ്ല്യു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? 1 ബൈ 2 പൈ ഐ എന്താണ്? ഇവിടെ കോമൺ ആയിട്ട് ഔട്ട് ചെയ്യാം. സോ 1 ബൈ 2 പൈ നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട് ചെയ്യാൻ പറ്റും. 1 ബൈ 2 പൈ ഐ ഇൻ്റഗ്രൽ ഓവർ ഗാമ. ഇവിടെ എന്താണുള്ളത്? എഫ് ഓഫ് ഡബ്ല്യു ബൈ ഡബ്ല്യു മൈനസ് സെഡ് ഡി ഡബ്ല്യു. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? സമ്മേഷനെ ഇൻ്റഗ്രൽ ഔട്ട് ചെയ്യാം. സമ്മേഷൻ എൻ ഫ്രം 0 ടു ഇൻഫിനിറ്റി നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് ഡബ്ല്യു ബൈ ഇൻ്റഗ്രൽ ഓവർ ഗാമ നമുക്ക് എന്ത് ചെയ്യാം? 1 ബൈ 2 പൈ ഐനെ നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട് ചെയ്യാം. 1 ബൈ 2 പൈ ഐ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഡബ്ല്യു ബൈ നമുക്ക് ഇവിടെ ഡബ്ല്യു മൈനസ് എ ഉണ്ട്, ഇവിടെ ഡബ്ല്യു മൈനസ് എ ഓൾ റൈസ് ടു എൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഡബ്ല്യു മൈനസ് എ ഇൻറ്റു ഡബ്ല്യു മൈനസ് എ ഓൾ റൈസ് ടു എന്തായിരിക്കും? ഡബ്ല്യു മൈനസ് എ ഓൾ റൈസ് ടു എൻ പ്ലസ് 1 ഡി ഡബ്ല്യു ഇൻറ്റു ഇവിടെ ആരുണ്ട്? സെഡ് മൈനസ് എ ഓൾ റൈസ് ടു എൻ ബാക്കിയുണ്ട്. ഓക്കെ, സോ ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ റൈസ് ടു എൻ. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും 1 ബൈ 2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഡബ്ല്യു ബൈ ഡബ്ല്യു മൈനസ് സെഡ് ഡി ഡബ്ല്യു ആരാണ്? ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ഇത് എഫ് ഓഫ് സെറ്റ് ആണ്. ഓക്കെ, ഇത് എഫ് ഓഫ് സെറ്റ് ആണ്. സോ നമുക്ക് എന്താ കിട്ടിയത്? എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ദിസ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എഫ് ഓഫ് ഡബ്ല്യു ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ റൈസ് എൻ ബൈ ഡബ്ല്യു മൈനസ് ഓൾ റൈസ് ടു എൻ പ്ലസ് 1 ഇത് യൂണിഫോംലി കൺവേർജൻ്റ് ആയിരിക്കും. അത് നമ്മൾ എങ്ങനെയാണ് നോക്കാം, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ലെഫ്റ്റ് സൈഡ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല പ്രകാരം നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് സെറ്റ് എന്ന് കിട്ടും. ഓക്കെ, 1/2π ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഡബ്ല്യു ബൈ ഡബ്ല്യു മൈനസ് സെറ്റ് ഡി ഡബ്ല്യു എന്താണ്? യൂസിങ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എഫ് ഓഫ് സെറ്റ് ആണ്. സോ എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു ഇതെന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സമ്മേഷൻ എഫ് ഓഫ് ഡബ്ല്യു ബൈ സമ്മേഷൻ എഫ് ഓഫ് ഡബ്ല്യു ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ റൈസ് ടു എൻ ബൈ ഡബ്ല്യു മൈനസ് എ ഓൾ റൈസ് ടു എൻ പ്ലസ് 1. ഓക്കെ, അതെന്തായിരിക്കും? യൂണിഫോംലി കൺവേർജൻ്റ് ആയിരിക്കും. അതെങ്ങനെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്ക് കിട്ടിയ ലാസ്റ്റ് സ്റ്റെപ്പ് ഇതായിരുന്നു. ഇതിന് ജസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പുട്ട് ചെയ്യാം. നമ്മൾ പറയുന്നത് ലാസ്റ്റ് കിട്ടിയ സ്റ്റെപ്പിൻ്റെ ലെഫ്റ്റ് സൈഡ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല പ്രകാരം എഫ് ഓഫ് സെറ്റ് ആണെന്ന്. ഓക്കെ, സോ എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു നമ്മൾ റൈറ്റ് സൈഡിന് അതേപോലെ കീപ്പ് ചെയ്തു. ഇക്വേഷൻ നമ്പർ 1 എന്ന് പുട്ട് ചെയ്തു. ഓക്കെ, സോ എഫ് ഓഫ് സെറ്റ് എന്താണ്? നമുക്കറിയാം കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഫോർ മോഡ് സെഡ് മൈനസ് എ ലെസ് ദാൻ ആർ ആണ്. ഓക്കെ, ബട്ട് സിൻസ് മോഡ് സെഡ് മൈനസ് എ ലെസ് ദാൻ ആർ ആൻഡ് ഡബ്ല്യു ഈസ് ഓൺ ദി സർക്കിൾ ട്രേസ് ഓഫ് ഗാമ, mod f of w into mod z minus a all raised to n by mod w minus a all raised to n plus 1 less than or equal to m by r into mod z minus a by r all raised to n. Okay, so നമുക്കറിയാം എന്ത്? where m equal to maximum of set of all mod f of w such that mod w minus a equal to r. Okay, നമ്മൾ എന്ത് ചെയ്യാം? f of w into z minus a all raised to n by w minus a all raised to n n+1 ഇതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബൗണ്ട് ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബൗണ്ട് ഫൈൻഡ് ചെയ്യുക. എങ്ങനെ? ഇനി മോഡ് എഫ് ഓഫ് ഡബ്ല്യു നമുക്ക് എങ്ങനെ എടുക്കാം? മോഡ് എഫ് ഓഫ് ഡബ്ല്യു, അതായത് ഡബ്ല്യുവിൻ്റെ ഇമേജ് അണ്ടർ വിച്ച് ഫംഗ്ഷൻ എഫ്, ഇതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂസ് അതെവിടെ? മോഡ് ഡബ്ല്യു മൈനസ് ഐ ഈക്വൽ ടു ആർ എന്നുള്ള സർക്കിളിൽ മോഡ് എഫ് ഓഫ് ഡബ്ല്യുവിൻ്റെ മാക്സിമം വാല്യൂ ആയിട്ട് ആരെ നമ്മൾ ചൂസ് ചെയ്യുക? എമ്മിനെ ചൂസ് ചെയ്യുക. സോ മോഡ് എഫ് ഓഫ് ഡബ്ല്യുവിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? എം കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അതേപോലെ മോഡ് സെഡ് മൈനസ് എ എന്താണ്? ലെസ് ദാൻ ആർ ആണ്. സോ മോഡ് സെഡ് മൈനസ് എ ഓൾ റൈസ് ടു എന്നിനെ ലെസ് ദാൻ എന്ത് ചെയ്യാം? നമുക്ക് മോഡ് സെഡ് മൈനസ് എ എന്താണ്? ലെസ് ദാൻ ആർ ആണ്. സോ മോഡ് സെഡ് മൈനസ് എ ഓൾ റൈസ് ടു എന്നിനെ അതേപോലെ കീപ്പ് ചെയ്യുക. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും മോഡ് ഡബ്ല്യു മൈനസ് എ എന്താണ്? ഈക്വൽ ടു ആർ ആണ്. ഓക്കെ, സോ മോഡ് ഡബ്ല്യു മൈനസ് എ എന്താണ്? ഈക്വൽ ടു ആർ ആണ്. സോ മോഡ് ഡബ്ല്യു മൈനസ് ഓൾ റൈസ് ടു എൻ പ്ലസ് 1 എന്തായിരിക്കും? ദിസ് റൈസ് ടു എൻ പ്ലസ് എന്ന് പറയുമ്പോൾ ആർ റൈസ് ടു എൻ പ്ലസ് 1 ആയി വരും. അതിൽ ഒരു ആർ റൈസ് ടു എൻ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് ഡിനോമിനേറ്ററിൽ കീപ്പ് ചെയ്യുക, ഒരു ആർ നമ്മൾ ഇവിടെ കീപ്പ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യും? ഇതിനൊരു ബൗണ്ട് കിട്ടും. ഓക്കെ, അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മോഡ് സെഡ് ബൈ ആർ എന്താണെന്ന് നോക്കുക. മോഡ് സെഡ് മൈനസ് എ ലെസ് ദാൻ ആർ ആണല്ലോ. സോ മോഡ് സെഡ് മൈനസ് എ ഡിവൈഡ് ബൈ ആർ എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യുക? ആർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ മോഡ് സെഡ് മൈനസ് എ ലെസ് ദാൻ ആർ ആയിരിക്കും. സോ മോഡ് സെഡ് മൈനസ് എ ഡിവൈഡ് ബൈ ആർ എന്താണ്? ഇവിടെ 1നേക്കാൾ ചെറുതായിട്ടൊരു ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? മോഡ് എഫ് ഓഫ് ഡബ്ല്യു ഇൻറ്റു മോഡ് സെഡ് മൈനസ് എ ഓൾ റൈസ് ടു എൻ ഡിവൈഡ് ബൈ മോഡ് ഡബ്ല്യു മൈനസ് എ ഓൾ റൈസ് ടു എൻ പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ബൈ ആർ ഇൻറ്റു സം ക്വാണ്ടിറ്റി ഓൾ റൈസ് ടു എൻ. ഇവിടെയുള്ള ക്വാണ്ടിറ്റി എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? വി സ്ട്രാസ് എം ടെസ്റ്റ് യൂസ് ചെയ്യുക. ഓക്കെ, സോ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ എഫ് ഓഫ് ഡബ്ല്യു ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ റൈസ് ടു എൻ ബൈ ഡബ്ല്യു മൈനസ് എ ഓൾ റൈസ് ടു എൻ പ്ലസ് 1. അതായത് ഇവിടുത്തെ ഈ ക്വാണ്ടിറ്റി വിച്ച് കൺവേർജസ് യൂണിഫോംലി ഫോർ ഡബ്ല്യു ഓൺ ട്രേസ് ഓഫ് ഗാമ. സോ നമുക്ക് എന്ത് ചെയ്യും? ഈ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും? യൂണിഫോംലി കൺവേർജ് ചെയ്യും. ഓക്കെ, ഏത്? ട്രേസ് ഓഫ് ഗാമയിൽ എന്ത് ചെയ്യും? ഈ ക്വാണ്ടിറ്റി യൂണിഫോംലി കൺവേർജ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? സമ്മേഷൻ എഫ് ഓഫ് ഡബ്ല്യു ബൈ ഡബ്ല്യു മൈനസ് എ ഓൾ റൈസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ റൈസ് ടു എന്താണ്? യൂണിഫോംലി കൺവേർജൻ്റ് ആണെന്ന് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? സോ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യാം? ഈ ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റിയെ നമ്മൾ എന്ത് ചെയ്യാം? എൻ എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഫ്രം 0 ടു ഇൻഫിനിറ്റി എൻ ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ റൈസ് ടു എൻ. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? എഫ് ഓഫ് സെറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഇൻറ്റു സെഡ് മൈനസ് എ ഹോൾ റൈസ് ടു എൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. സോ ഈ എൻ ആയിട്ട് നമ്മൾ ആരെ ചൂസ് ചെയ്യുക? ഈ ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുക? ചൂസ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ നമ്പർ 1 അതേപോലെ കീപ്പ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? If we set n equal to 1/2π into integral over gamma f of w by w minus all raised to n plus 1 dw, the n is independent of z. Independent of z
And so equation number 1 is a power series which converges for mod z minus a less than r. നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 1 ഇതിന് എന്ത് ചെയ്യുക, ഈ ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റി നമ്മൾ ജസ്റ്റ് എൻ ആയിട്ട് സെറ്റ് ചെയ്യുക. സോ എൻ എന്നുള്ള ഇക്വേഷനിൽ എന്തില്ല, സെറ്റിൻ്റെ ടേം ഇല്ല. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതൊരു പവർ സീരീസ് ആയിരിക്കും. ഓക്കെ, സോ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ സം കോൺസ്റ്റന്റ് ഇൻറ്റു സെറ്റ് മൈനസ് എ ഓൾ റേസ് ടു എൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യും, മോഡ് സെറ്റ് മൈനസ് എ ലെസ് ദാൻ ആർ എന്നുള്ള ഈ റീജിയൻ എന്ത് ചെയ്യും, ഇക്വേഷൻ നമ്പർ 1 അതായത് ഈ പവർ സീരീസ് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഒരു പ്രീവിയസ് പ്രപ്പോസിഷൻ പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പവർ സീരീസിന് ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അതിനെങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, n ഈക്വൽ ടു 1/n ഫാക്ടോറിയൽ ഇൻറ്റു f റൈസ് ടു n ഓഫ് എ, ദാറ്റ് മീൻസ് nth ഡെറിവേറ്റീവ് അറ്റ് a. ഓക്കെ, ഇങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എഫ് ഓഫ് സെറ്റിന് എങ്ങനെ എഴുതാം, എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു സമ്മേഷൻ n ഫ്രം 0 ടു ഇൻഫിനിറ്റി n ഇൻറ്റു z മൈനസ് എ ഓൾ റൈസ് ടു n ഫോർ മോഡ് z മൈനസ് എ ലെസ് ദാൻ r. അവിടെ വേർ n എന്തായിരിക്കും, n ഈക്വൽ 1/n ഫാക്ടോറിയൽ ഇൻറ്റു f റൈസ് ടു n ഓഫ് എ ആയിരിക്കും. ഓക്കെ, ഇതാണ് പ്രൂഫ് ഉള്ളത്. ഇനി അതേപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തായിരുന്നു 0 ലെസ് ദാൻ r എന്നാണ് ചൂസ് ചെയ്തിരുന്നത്. സോ നമ്മൾ ഈ r എന്താണ്, ആർബിട്രറി ആണ്. സോ ഈ പവർ സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് അറ്റ്ലീസ്റ്റ് എന്തുണ്ടായിരിക്കും, ക്യാപിറ്റൽ R ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രീവിയസ് തിയറവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് കൊറോളറീസ് ആണ്. ഫസ്റ്റ് കൊറോളറി, ഇഫ് എഫ് ഫ്രം ജി ടു സി ഈസ് അനാലിറ്റിക് ദെൻ എഫ് ഈസ് ഇൻഫിനിറ്റ്ലി ഡിഫറൻഷ്യബിൾ. നമ്മൾ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ n ഫ്രം 0 ടു ഇൻഫിനിറ്റി n ഇൻറ്റു z മൈനസ് എ ഓൾ റൈസ് എന്ന് ഫംഗ്ഷൻ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. ഇനി അത് ഫംഗ്ഷൻ ജിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷനാണ്, ജി എന്നുള്ളതൊരു റീജിയൻ ആണ്, ജിന്ന് സിയിലേക്കുള്ളൊരു ഫംഗ്ഷൻ ആണ്. അതേപോലെ അത് അനാലിറ്റിക്കും ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും, ഇൻഫിനിറ്റ്ലി ഡിഫറൻഷ്യബിൾ ആയിരിക്കും. നമുക്ക് എത്ര തവണ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് കൊറോളറി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് എഫ് ഫ്രം ജി ടു സി ഈസ് അനാലിറ്റിക് ആൻഡ് ബി ബാർ ഓഫ് എ ആർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ജി then f raised to n of a equal to n factorial by 2 pi a into integral over gamma f of w by w minus a all raised to n plus 1 dw, where gamma of t equal to a plus r e raised to it 0 less than or equal to t less than or equal to 2 pi. നമ്മൾ ജി എന്നുള്ള റീജിയൻ ആണ്, ജിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷൻ എഫ് അനാലിറ്റിക് ആണ്. അതേപോലെ എ സെൻട്രൈറ്റ് ആർ റേഡിയസുള്ള ഈ ക്ലോസ്ഡ് ബോൾ ഈ റീജിയൻ ജിയിൽ കണ്ടെയ്ൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫിൻ്റെ nth ഡെറിവേറ്റീവ് അറ്റ് ദി പോയിന്റ് എ എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷന്റെ nth ഡെറിവേറ്റീവ് എന്തിന് ഈക്വൽ ആയിരിക്കും, n ഫാക്ടോറിയൽ ബൈ 2 pi ഇൻറ്റു ഇന്റഗ്രൽ ഓവർ ഗാമ ദിസ് ക്വാണ്ടിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. നമ്മുടെ ഗാമ എന്നുള്ളത് എന്താണ്, എ സെൻട്രായിട്ട് ആർ റേഡിയസ് ഉള്ള സർക്കിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പോൾ ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് w ബൈ w മൈനസ് ഓൾ റൈസ് ടു n പ്ലസ് 1 dwൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്താൽ മതി, 2 pi i ഇൻറ്റു ഓക്കെ എഫ് റൈസ് ടു n ഓഫ് എ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ നമ്മൾ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഇൻ്റഗ്രലിന് വാല്യൂ കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലേൻ്റെ മറ്റൊരു ഫോമാണ്. നമ്മൾ ഇവിടെ n-ന് 0 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക, എഫ് ഓഫ് എ, എഫ് റൈസ് ടു 0 ഓഫ് എ എന്ന് പറഞ്ഞാൽ 0th ഡെറിവേറ്റീവ്, അതെന്താണ്, ഫംഗ്ഷൻ തന്നെയാണ്. എഫ് ഓഫ് ഐ ഈക്വൽ ടു നമ്മൾ n-ന് 0 കൊടുത്ത് നമുക്ക് എന്താ കിട്ടുക, എഫ് ഓഫ് ഐ ഈക്വൽ ടു 1/2 pi ഇൻറ്റു ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് w ബൈ w മൈനസ് എ ഡി ഡബ്ല്യു. അതെന്താണ്, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ഓക്കെ, സോ ഇതെന്താണ്, ഇത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് ആണ്. ഓക്കെ, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ്. ഓക്കെ, ഇതാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ്. സോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് w ബൈ w മൈനസ് എ ഓൾ റൈസ് ടു n പ്ലസ് 1 dw എന്നുള്ള ഇന്റഗ്രലിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, 2 pi a ഇൻറ്റു എഫ് റൈസ് ടു n ഓഫ് എ ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ. നെക്സ്റ്റ്, കോഷീസ് എസ്റ്റിമേറ്റ്. ഓക്കെ, let f be analytic in BAR and suppose mod f of z is less than or equal to m for all z belongs to BAR. Then modulus of f raised to n of a less than or equal to n factorial into m by r raised to n. Okay. f എന്താണ്, ഈ ഡിസ്ക് എ സെൻട്രേറ്റ് ആർ റേഡിയസുള്ള ഡിസ്കിൽ എന്താണ്, അനാലിറ്റിക് ആണ്.
ഫംഗ്ഷൻ എന്താണ് ബൗണ്ടഡ് ആണ്. ഓക്കെ, നമ്മൾ സെറ്റ് എന്നുള്ള ഇതിൽ ഏത് പോയിന്റ് സെറ്റ് എടുത്താലും മോഡ് എഫ് ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. അങ്ങനെയാണെങ്കിൽ മോഡ് എഫ് റൈസ് ടു എൻ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫാക്ടോറിയൽ ഇൻറ്റു എം ബൈ ആർ റൈസ് ടു എൻ. ഓക്കെ, അതായത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല, അതായത് നമ്മൾ ഹയർ ഡെറിവേറ്റീവ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലക്കുള്ള അതിൻ്റെ ഒരു ബൗണ്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്കറിയാം എന്ത് തൊട്ട് മുമ്പത്തെ കൊറോളറി പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് എഫ് ഫ്രം ജി ടു സി എന്താണ് അനാലിറ്റിക് ആണ്. ബി ബാർ ഓഫ് എ ആർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ജി ആണെങ്കിൽ എന്തായിരിക്കും എഫ് റൈസ് ടു എൻ ഓഫ് എന്തിന് ഈക്വൽ ആയിരിക്കും എൻ ഫാക്ടോറിയൽ ബൈ 2π ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഡബ്ല്യു ബൈ ഡബ്ല്യു മൈനസ് എ ഓൾ റൈസ് ടു എൻ പ്ലസ് 1 ഡി ഡബ്ല്യു. ഓക്കെ, സോ മോഡുലസ് രണ്ട് സൈഡിൽ അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക നമുക്ക് മോഡ് എഫ് റൈസ് ടു എൻ ഓഫ് എ. ഓക്കെ, ഈക്വൽ ടു ഇനി എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2π അതിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മോഡുലസ് എന്താണ് 1 ആണ്. സോ ഇത് എൻ ഫാക്ടോറിയൽ ബൈ 2π എന്ന് വരും. എൻ ഫാക്ടോറിയൽ ബൈ 2π ഇൻറ്റു നമ്മൾ ഇതിന് മൊത്തത്തിലാണ് മോഡുലസ് കൊടുക്കുക ആദ്യം, പിന്നെ അത് രണ്ട് മോഡുലസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെ ഒരു മോഡുലസ്, പിന്നെ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ സംതിങ്. ഓക്കെ, അതേപോലെ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ സംതിങ് എന്ന് പറയുമ്പോൾ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ സംതിങ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ മോഡുലസ് എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ഈക്വൽ ടു എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒന്ന് മാറ്റി എഴുതാം. ഇത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ മാറ്റി എഴുതുന്നത്. ഓക്കെ, ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ 2π ഇൻറ്റു ഇനി മോഡ് എഫ് ഓഫ് ഡബ്ല്യു എന്താണ് ഇറ്റ് ഈസ് എം. ഓക്കെ, എം ഡിവൈഡ് ബൈ ഇനി മോഡ് ഡബ്ല്യു മൈനസ് എന്താണ് സ്മോൾ ആർ ആണ്. ഓക്കെ, ആർ റൈസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ ഓർ ഗാമ ഡി ഡബ്ല്യു മോഡ് ഡി ഡബ്ല്യു എന്തായിരിക്കും വരുന്നത് 2π ആർ വരും. ഓക്കെ, സോ ഈ 2πയും 2π നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഇവിടെ ഒരു ആറും ഇവിടുന്ന് ഒരു ആറും നമുക്ക് കട്ട് ചെയ്യാം. സോ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് എൻ ഫാക്ടോറിയൽ ഇൻറ്റു എം ഡിവൈഡ് ബൈ ആർ റൈസ് ടു എൻ. ഓക്കെ, ഇനി എന്താണ് ആർ ലെസ് ദാൻ ആർ ആണ്. ആർ എന്താണ് ഈ സ്മോൾ ആർ എന്താണ് ആർബിട്രറി ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം ആറിനെ ക്യാപിറ്റൽ ആറിലേക്ക് ടെൻഡ് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും റിസൾട്ടായിട്ട് എൻ ഫാക്ടോറിയൽ ഇൻറ്റു എം ബൈ ക്യാപിറ്റൽ ആർ റൈസ് ടു എൻ എന്ന് കിട്ടും. ഓക്കെ, സോ മോഡ് എഫ് റൈസ് ടു എൻ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഇൻറ്റു എം ബൈ ആർ റൈസ് ടു എൻ. ഓക്കെ, നെക്സ്റ്റ് പ്രപ്പോസിഷൻ let f be analytic in the disk BAR and suppose that gamma is a closed rectifiable curve in BAR. Then integral over gamma f equal to 0. f എന്നുള്ളത് എന്താണ് ബി ആർ എന്നുള്ള ഡിസ്കിൽ അനാലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അതേപോലെ ഗാമ എന്താണ് ഈ റീജിയണിൽ, അതായത് ഈ ഡിസ്കിൽ എന്താണ് റെക്ടിഫയബിൾ ആയിട്ടുള്ള ഒരു കർവ് ആണ്. ഓക്കെ, ക്ലോസ്ഡ് കർവ് ആണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാമ എന്താണ് ഒരു ക്ലോസ്ഡ് കർവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്ലോസ്ഡ് കർവിലൂടെ ഫംഗ്ഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇതെന്താണ് ഒരു ഡിസ്ക്കാണ്. ഈ ഡിസ്കിൽ എന്താണ് ഫംഗ്ഷൻ അനാലിറ്റിക് ആണ്. ഓക്കെ, സെൻറ്ററായിട്ട് ആ റേഡിയസിൽ എന്താണ് ഡിസ്ക്കാണ്. ഓക്കെ, ഇനി ഇതിനുള്ളൊരു കേർവ് ഉണ്ട്. ഓക്കെ, ഒരു കേർവ് ഗാമ, ഇത് ക്ലോസ്ഡ് കേർവ് ആണ്. അതായത് ഇനീഷ്യൽ പോയിന്റ് എൻഡ് പോയിന്റ് എന്താണ് സെയിം ആണ്. ഇനി ഈ കേർവിലൂടെ ഇത് അനാലിറ്റിക് ആയിട്ട് ഒരു ഫംഗ്ഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും. ഓക്കെ, നമ്മുടെ ക്ലെയിം എന്താണ് പ്രൂഫിൻ്റെ ക്ലെയിം എഫ് ഹാസ് എ പ്രിമിറ്റീവ്. എഫിനൊരു പ്രിമിറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് 0 ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താണ് നമ്മളൊരു പ്രീവിയസ് ലെക്ചറിൽ ഒരുപാട് മുന്നത്തെ ലെക്ചർ നമ്മുടെ ഒരു റിസൾട്ട് ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. ജി എന്താണ് ഒരു ഓപ്പൺ സെറ്റാണ്. ഗാമ ഈ ജിയിൽ റെക്ടിഫയബിൾ ആയിട്ടുള്ളൊരു പാത്താണ്. എഫ് ഫ്രം ജി ടു സി എന്താണ് കണ്ടിന്യൂസ് ആണ്. ഈ എഫിന് എന്തുണ്ട് ഒരു പ്രിമിറ്റീവ് ഉണ്ട്. ഓക്കെ, അതായത് എഫ് ഡാഷ് ഈക്വൽ ടു എഫ് ആവുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ പ്രിമിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എഫിന് ഒരു പ്രിമിറ്റീവ് ക്യാപിറ്റൽ എഫ് ഉണ്ട്, അതും ജിന്ന് സിയിലേക്കാണ്. അതുപോലെ ഈ ഗാമ എന്നുള്ള ജിയിലുള്ള ഈ റെക്ടിഫയബിൾ പാത്ത് ക്ലോസ്ഡ് പാത്തും കൂടെ ആണെങ്കിൽ ആ ക്ലോസ്ഡ് പാത്തിലൂടെ എഫിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും. സോ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇത്തരത്തിലുള്ളൊരു പ്രിമിറ്റീവ് ഈ സ്മോൾ എഫിന് ഇതേപോലത്തെ ഒരു പ്രിമിറ്റീവ് ഫംഗ്ഷൻ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, സോ നമ്മളിവിടെ ചെയ്യുന്നത് ഈ എഫിനൊരു പ്രിമിറ്റീവ് ക്യാപിറ്റൽ എഫ് എക്സിസ്റ്റ് ചെയ്യുന്നു കാണിച്ചു കൊടുക്കുന്നു. ഓക്കെ, അതായത് കാണിച്ചു കൊടുക്കേണ്ടതാണ് പ്രിമിറ്റീവ് മീൻസ് എഫ് ഡാഷ് ഓഫ് സെറ്റ് എന്തായിരിക്കും
എഫ് ഓഫ് സെറ്റ് ആവുമെന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും എന്ത്, പ്രീവിയസ് തിയറി പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫ് ഓഫ് സെറ്റിനെ എങ്ങനെ എഴുതാം, സീരീസ് റെപ്രസെൻറ്റേഷൻ ആക്കി എഴുതാൻ പറ്റും. ഫോർ മോഡ് z minus a less than r, എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു സമ്മേഷൻ n z minus a all raised to n. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കാണിക്കേണ്ടത് എന്താണ്, എഫിനൊരു പ്രിമിറ്റീവ് ക്യാപിറ്റൽ എഫ് ഓഫ് സെറ്റ് ഉണ്ടെന്നാണ്. ആ ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സെറ്റ് ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ് ആയിരിക്കും ഏത് ഡിസ്കിൽ, മോഡ് z minus a less than r എന്നുള്ള ഡിസ്കിൽ എഫ് ഡാഷ് ഓഫ് സെറ്റ് ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ് ആയിരിക്കും എന്ന് കാണിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യുക, എഫ് ഓഫ് സെറ്റിനെ, ക്യാപിറ്റൽ എഫ് ഓഫ് സെറ്റിനെ എങ്ങനെ ചൂസ് ചെയ്യാം, സമ്മേഷൻ n ഫ്രം 0 to infinity n by n plus 1 into z minus a all raised to n plus 1 ചൂസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മൾ z minus a all raised to n plus 1 z minus a into z minus a all raised to n എന്ന് മാറ്റി എഴുതാം. ഓക്കെ, നമ്മൾ എന്ത് z minus a നമ്മൾ ഔട്ട് ചെയ്തു. സോ z minus a into summation n from 0 to infinity n by n plus 1 into z minus a all raised to n. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ലിമിറ്റ് n tends to infinity n plus 1 all raised to 1 by n, ഇതെന്തായിരിക്കും, 1 ആയിരിക്കും. ദാറ്റ് മീൻസ് ദി പവർ സീരീസ് ഹാസ് ദി സെയിം റേഡിയസ് ഓഫ് കൺവേർജൻസ് ആസ് സമ്മേഷൻ n into z minus a all raised to n. അതായത് ഇതേ പവർ സീരീസിലുള്ള സെയിം റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണ് എന്തിനുള്ളത്, ഈ പവർ സീരീസിനുള്ളത്. ഓക്കെ, എഫ് ഓഫ് സെറ്റ് എന്ന ഈ പവർ സീരീസിനും സ്മോൾ എഫ് ഓഫ് സെറ്റ് എന്ന ഈ പവർ സീരീസിനും സെയിം റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണ്. ദാറ്റ് മീൻസ് എന്താണ്, ക്യാപിറ്റൽ എഫ് ഈസ് ഡിഫൈൻഡ് ഓൺ DAR. ഓക്കെ, ഈ റീജിയനിൽ എന്താണ്, ഈ ഡിസ്കിൽ ക്യാപിറ്റൽ എഫ് ഡിഫൈൻഡ് ആണ്. അതേപോലെ നിങ്ങൾ ഈ ക്യാപിറ്റൽ എഫിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, z minus a all raised to n plus 1 ഡെറിവേറ്റീവ് n plus 1 into z minus a all raised to n ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു n plus 1 ഉണ്ടായിരിക്കും, ഇവിടെ ഒരു n plus 1 ഡിനോമിനേറ്റർ ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താ ഉണ്ടാവുക, സമ്മേഷൻ n into z minus a all raised to n. അതാരാണ്, എഫ് ഓഫ് സെറ്റ് ആണ്. സോ എഫ് ഡാഷ് ഓഫ് സെറ്റ് ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ് ആണ്. എവിടെ, മോഡ് z minus a less than r. ഓക്കെ, സോ എഫിനൊരു പ്രിമിറ്റീവ് ക്യാപിറ്റൽ എഫ് ഉണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്ലോസ്ഡ് കർവിലൂടെ എഫിനെ ഇൻറ്റഗ്രേറ്റ് നമുക്ക് എന്തായിരിക്കും വാല്യൂ കിട്ടുന്നത്, 0 ആയിരിക്കും. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ ഓവർ ഗാമ ഇ റൈസ് ടു iz ഡിവൈഡ് ബൈ z സ്ക്വയർ ഇൻറ്റു dz. ഗാമ ഓഫ് t ഈക്വൽ ടു ഇ റൈസ് ടു it 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. നമുക്ക് ഗാമ എന്നുള്ള ഈ പാത്തിലൂടെ, ഈ കർവിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കറിയാവുന്ന റിസൾട്ട് ഉണ്ടല്ലോ, കോഷീസ് ഇൻറ്റഗ്രൽ ഫോർമുല ഫോർ ഹയർ ഡെറിവേറ്റീവ്സ്. നമുക്കറിയാം എന്താണ്, എഫ് റൈസ് ടു n ഓഫ് z ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ 2πi ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് w ബൈ w minus a whole raised to n plus 1 dw ആണ്. ഓക്കെ, ഇവിടുത്തെ ഗാമ എന്താണ്, ഗാമ ഓഫ് t ഈക്വൽ ടു a plus r e raised to it 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π ആയിരിക്കും. ഓക്കെ, സോ നമ്മളിവിടെ ഒന്ന് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും, ഇവിടെ എഫ് ഓഫ് w എന്താണ്, ദാറ്റ് മീൻസ് എഫ് ഓഫ് z എന്ന് പറയുന്നത് എന്താണ്, ഇ റൈസ് ടു iz ആണ്. ദാറ്റ് മീൻസ് എഫ് ഓഫ് w മീൻസ് എഫ് ഓഫ് z എന്താണ്, ഇവിടെ ഇ റൈസ് ടു iz ആണ്. ഓക്കെ, ഇനി ഇവിടെ w മൈനസ് എ എന്നാണുള്ളത്, ഇവിടെ z സ്ക്വയർ എന്നാണുള്ളത്. ഓക്കെ, w മൈനസ് ഓൾ റൈസ് ടു n പ്ലസ് 1 ആണ്. ഈ z സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം, z സ്ക്വയർ എങ്ങനെ മാറ്റി എഴുതാം, z മൈനസ് 0 ഓൾ റേസ് ടു 1 പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റില്ലോ. ഓക്കെ, z മൈനസ് 0 ഓൾ റേസ് ടു 1 പ്ലസ് 1 dz. ഇനി ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമുണ്ടാവും. സെറ്റിന് w, എ എന്താണ്, 0 ആണ്. ഓക്കെ, ഇവിടെ n പ്ലസ് 1 മീൻസ് 1 പ്ലസ് 1, അപ്പോൾ n എന്താണ്, 1 ആണ്. ഓക്കെ, അതേപോലെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, എ എന്ന് പറഞ്ഞത് എന്താണ്, 0 ആണ്. 0 പ്ലസ് ഇ റൈസ് ടു it ആണ്. ഇവിടെ r എന്താണ്, 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് മീൻ ചെയ്യുന്നത് എന്താണ്, ഇ റൈസ് ടു it, എ എന്ന് പറഞ്ഞാൽ 0, സെൻറ്റർ 0 ആണ്, r എന്ന് പറയുമ്പോൾ 1, അപ്പോൾ റേഡിയസ് 1. അപ്പോൾ 0 സെൻറ്റർ ആയിട്ട് 1 റേഡിയസ് ഉള്ള സർക്കിളിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്, ഇൻറ്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് w ബൈ w മൈനസ് ഓൾ റൈസ് n പ്ലസ് 1 dw എന്തായിരിക്കും, എഫ് റൈസ് n ഓഫ് z ഇൻറ്റു
2πi divided by n factorial ആണ് നമുക്കറിയാം. ഓക്കെ, സോ ഇൻറ്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഡബ്ല്യു ബൈ ഡബ്ല്യു മൈനസ് എ ഓൾ റേസ് ടു എൻ പ്ലസ് വൺ ഡി ഡബ്ല്യു എന്താണ് 2πi ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു എഫ് റേസ് ടു എൻ ഓഫ് എ ആയിരിക്കും. ഓക്കെ, സോ ഇത് പ്രകാരം നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇൻറ്റഗ്രൽ ഓവർ ഗാമ ഇ റേസ് ടു ഐ സെഡ് ഡിവൈഡ് ബൈ z മൈനസ് 0 ഓൾ റേസ് ടു 1 പ്ലസ് 1 ഡി സെഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? 2πi ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ. അവിടെ n എന്താണ്? 1 ആണ്. ഓക്കെ, n 1 ആണ്. 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് റേസ് ടു എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ഡെറിവേറ്റീവ് ആണ്. എഫ് ഡാഷ് ഓഫ് എ എന്ന് പറയുമ്പോൾ എന്താണ്? 0 ആണ്. ഓക്കെ, സോ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 2πi. ഇനി 1 ഫാക്ടോറിയൽ 1 ആണ്, ഏതൊന്നും കാര്യമില്ല. എഫ് ഡാഷ് എന്തായിരിക്കും? എഫ് ഇ റേസ് ടു ഐ സെറ്റ് ആണ്. സോ എഫ് ഡാഷ് ഓഫ് സെറ്റ് എന്തായിരിക്കും? ഇ റേസ് ടു ഐ സെറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഐ ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു ഇനി ഇവിടെ 0 പുട്ട് ചെയ്യണം. ഓക്കെ, ഐ ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു 0. സോ 2πi ഇ റേസ് ടു 0 എന്ന് പറയുമ്പോൾ എന്താണ്? 1 ആണ്. സോ ഐ ഇൻറ്റു ഐ സ്ക്വയർ ഇവിടെ -1 ആയിരിക്കും. സോ -2π ആയിരിക്കും എന്ത്? ഈ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ. ഓക്കെ.